ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഇന്നത്തെ നമ്മുടെ വിഭവം പണ്ട് കാലങ്ങളിൽ തിരുവോണ നാളുകളിൽ ഉണ്ടാക്കി കഴിക്കുന്ന വളരെ പ്രാധാന്യമുള്ള വളരെ രുചികരമായിട്ടുള്ളൊരു പഴനുറുക്കിൻ്റെ റെസിപ്പിയാണ്. പപ്പടവും കൂട്ടി ഈ ഒരു പഴനുറുക്ക് കഴിക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കേണ്ട റെസിപ്പി തന്നെയാണിത്. അപ്പം ഈ ഒരു പഴനുറുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് എന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതുണ്ടാക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് 4 നേന്ത്രപ്പഴം ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയ ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നേന്ത്രപ്പഴം വേവാനായിട്ട് ആവശ്യമായിട്ട് കുറച്ച് വെള്ളവും കൂടി ചേർത്ത് പാത്രം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 5-10 മിനിറ്റ് കൊണ്ട് ഇതിലെ വെള്ളമൊക്കെ വറ്റി നേന്ത്രപ്പഴം ആവശ്യത്തിന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കാം. ഇനി ഈ ഒരു ശർക്കരപ്പാനിയിൽ കിടന്ന് ഈ ഒരു നേന്ത്രപ്പഴം ഒന്നുകൂടി ഒന്ന് കുക്കായിട്ട് വരണം. ആ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കായ പൊടിച്ചതും ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആവാൻ വേണ്ടി ഒരു പിഞ്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു ശർക്കരപ്പാനി അത്യാവശ്യം ഒന്ന് വറ്റി വരുന്നത് വരെ ഈ ഒരു നേന്ത്രപ്പഴം ഈ ഒരു ശർക്കരപ്പാനിയിൽ ഒന്ന് വേവിച്ചെടുക്കാം. ശർക്കരപ്പാനി ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാൽ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയ ശേഷം ഇതൊന്നുകൂടി നല്ലവണ്ണം തിളപ്പിച്ച് വറ്റിച്ചെടുക്കണം. ഇപ്പൊ ഇതിവിടെ നല്ലവണ്ണം തിളച്ച് പതഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് പശുവിൻ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുത്ത് വേണം ഇത് വറ്റിച്ചെടുക്കാനായിട്ട്. അപ്പൊ ഈ ഒരു സമയത്ത് ഇത് കൈവിടാതെ ഇങ്ങനെ ഇളക്കി കൊടുത്തോണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പൊ നമ്മുടെ പഴനുറുക്ക് ആവശ്യത്തിന് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ ശർക്കരപ്പാനിയും തേങ്ങാപ്പാലും ഒക്കെ ആവശ്യത്തിന് വറ്റി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇത് ചൂടാറി വരുമ്പോൾ ഒന്നുകൂടി ഒന്ന് കുറുകി വരും. അപ്പം നമ്മുടെ പഴനുറുക്കിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫാക്കി അതവിടെ തണിയാനായിട്ട് വെക്കാം. കുറച്ചൊന്ന് ചൂടാറിയ ശേഷം നമുക്കിത് വാഴയിലയിൽ സെർവ് ചെയ്തെടുക്കാം. അപ്പം വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു പഴനുറുക്ക് പപ്പടവും കൂട്ടി കഴിക്കാൻ വളരെ ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പഴനുറുക്ക് ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓണത്തിൻ്റെ രാവിലെ ഈ ഒരു പഴനുറുക്കും ഉച്ചക്ക് നല്ല വിഭവസമൃദ്ധമായിട്ടുള്ള സദ്യയും കൂടി ആകുമ്പോൾ നമ്മുടെ ഓണം നല്ല അടിപൊളിയായിരിക്കും. ഇനി നമുക്കിതൊന്ന് പപ്പടവും കൂട്ടി കഴിച്ചു നോക്കാം. പപ്പടം ഇല്ലാതെ തന്നെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റിയാണ്. അപ്പം ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അതേപോലെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അതുകൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാനും മറക്കരുത് കേട്ടോ. അപ്പം ഈ മറ്റൊരു വെറൈറ്റി ആയിട്ടുള്ള അടിപൊളി റെസിപ്പീസുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.